കുറച്ച് പുറകോട്ട് പോയാല് ഫസ്റ്റ് അമൃത ടിവിയിലാണ് ഫസ്റ്റ് യുവർ എൻട്രി അല്ലേ? അതെങ്ങനെയിലേക്ക് വന്നേ? ഞാന് ആ സമയത്ത് ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു ടൈമായിരുന്നു. ജസ്റ്റ് അതായത് ഈ ഫീൽഡിൽ വരണം എന്ന് ആഗ്രഹിച്ചിട്ട് മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആക്ടിങ് ഇഷ്ടം അൾട്ടിമേറ്റ്ലി അതായിരുന്നു എൻ്റെ വലിയ സ്ക്രീനിൽ വലിയ സിനിമാ നടിയായിട്ട് വരണം എന്നുള്ളതൊക്കെ ആയിരുന്നു പണ്ട് തൊട്ടേയുള്ള ആഗ്രഹം, ചെറുതു തൊട്ടേയുള്ള ആഗ്രഹം അതാണ്. അപ്പം ഈ കുഞ്ഞു കുഞ്ഞു പ്രൈവറ്റ് ഷോസ് ഒക്കെ കോമ്പയർ ചെയ്യുക അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു. അപ്പം ഈ നമ്മുടെ GS വിജയൻ സാറിൻ്റെ ഒരു സീരീസ് ആ സമയത്ത് ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക, അമൃതയില് ഓഫീസർ. അത് ഓരോ ദിവസവും ഓരോ കഥയാണ്. അപ്പൊ ആ സമയത്ത് നടന്നുകൊണ്ടിരുന്ന ഷെഡ്യൂളില് ഒരു കഥയിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഒരു ടീനേജ് അല്ലെങ്കിൽ ആ ഒരു യങ് ആയിട്ടുള്ള പെൺകുട്ടികളുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. അപ്പൊ അതിലേക്ക് കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ഈ പറഞ്ഞ പോലെ എൻ്റെ എക്സ് സിസ്റ്റർ ഇൻ ലോ സമയത്ത് സീരിയലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കൺട്രോളർ വഴി പാസ് ചെയ്ത് എത്തുന്നു. ഓക്കെ മതി, ഈ കുട്ടി മതി എന്ന് പറഞ്ഞ് GS വിജയൻ സാർ എന്നെ അതിൽ കാസ്റ്റ് ചെയ്യുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് സീരിയൽ. അതായത് ഞാൻ അഭിനയിക്കുന്നത് ഒരു സ്ക്രിപ്റ്റ് ഡയലോഗ് ഒക്കെ ആയിട്ട് ഫസ്റ്റ് ഞാൻ അഭിനയിക്കുന്നത്. ടെൻഷനൊന്നുമില്ലായിരുന്നു? ഓഫ്കോഴ്സ്, ബിക്കോസ് ഇഷ്ടമുണ്ട്, പക്ഷെ നെവർ ഫേസ്ഡ് ക്യാമറാസ്. ഈ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആദ്യമല്ലേ, ക്യാമറ ഇരിക്കണു, ഡയറക്ടർ സാർ ഇരിക്കുന്നു, ഇത്രയും ലൈറ്റ്സ് ഒന്നും വേണ്ട, ഈ സ്ക്രിപ്റ്റും ഡയലോഗും തന്നെ ആദ്യമാണ്. അപ്പം എന്നോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രോംപ്റ്റ് ചെയ്യണമെന്ന്. എനിക്കറിയില്ല എന്താ സാർ സാധനം, ഇതൊക്കെയാ ഞാൻ ചോദിക്കണം. അപ്പൊ എനിക്കിതൊക്കെ കൊണ്ടുവരുമ്പോ ഞാൻ ഇരുന്ന് കാണാതെ പഠിക്കുക ഡയലോഗ്. അപ്പൊ എനിക്ക് പ്രോംപ്റ്റിംഗ് ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ, തെറ്റാൻ പാടില്ല. ഓപ്പോസിറ്റ് അഭിനയിക്കുന്നത് അന്ന് അതില് കിഷോറേട്ടനാണ് അതില് മെയിൻ പോലീസ് ഓഫീസർ. അപ്പോൾ കിഷോറേട്ടൻ, ഇവരൊക്കെ നമുക്കറിയാം, ഇവരൊക്കെ നമ്മൾ കുറെ TV കണ്ടിട്ടുണ്ട്. സോ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ഈസി ആയിട്ട് പോയി. കുഴപ്പമില്ലാതെ വിചാരിച്ച അത്രയും പേടി ഒന്നുമില്ലായിരുന്നു. മോക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അഭിനയിക്കാനും? ഇഷ്ടല്ല ക്യാമറ ഫേസിങ് റീലിലൊക്കെ എന്ത് രസമായിട്ടാ ഡാൻസ് പിടിച്ചിരുത്തി ഞാൻ ചെയ്യിപ്പിക്കണതാ. പ്ലീസ് എന്റെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കോ. സ്മാർട്ടാട്ടോ മോള്. ആള് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു സൈലന്റ്. ചേച്ചിക്ക് അറിയാമല്ലോ, കുറച്ച് മിണ്ടാനൊക്കെ കുറച്ച് പാടാള്, സൈലന്റ്, കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അമ്മ അങ്ങനെയല്ല, അമ്മ നേരത്തെ എല്ലാരും ഇത് പറയും. കൊച്ചിനാണ് അങ്ങനെ പേരിട്ട് ഒരു ഡിഫറെന്റ് റോയ ഇസ് ആക്ച്വലി ഞങ്ങൾ ഈ പേരിടുന്നത് അവളുടെ അച്ഛന്റെ പേര് രോഹിത് ആണ്. രോഹിത്തിന്റെ ആര്യയുടെ ദാറ്റ് ഇസ് റോയ. അപ്പൊ ഞങ്ങൾ ആദ്യം ഇത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈശ്വര ഇതിന്റെ അർത്ഥം ചോദിച്ചാൽ ഇനി എന്ത് പറയും എന്നൊക്കെയുള്ള ഒരു പിന്നെ ഈ ഹിന്ദിയില് രോയ, അത് രോയാട്ടോ, രോയ എന്ന് പറഞ്ഞാൽ കരയുക എന്നാണല്ലോ. അപ്പൊ അതൊക്കെ കുറെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കൊച്ചിന് ഇങ്ങനെ പേരിടുവോ, ഞാൻ കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ഇറ്റ്സ് റോയ, റോയ അല്ല. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. റോയ പിന്നെ ഞങ്ങള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ റോയ ഇസ് ആക്ച്വലി എ ഗ്രീക്ക് വേർഡ്. ആ വേർഡിന്റെ അർത്ഥം ഡ്രീം കം ട്രൂ എന്നാണ്. അങ്ങനെയും കൂടെ വന്നപ്പോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത് മതി.